ഹായ് കൂട്ടുകാരി, എല്ലാവർക്കും ഇന്നത്തെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. അപ്പോൾ എന്താണെന്നല്ലേ, നമ്മുടെ മെയിൻ വിഷയം നമ്മുടെ ഷിയാസ് കരീം തന്നെയാണ്. ഷിയാസ് കരീം എത്ര മാന്യനായിരുന്നു അല്ലേ, ഒരുപാട് ഇഷ്ടമായിരുന്നു ഷിയാസ് കരീമിനോട്. പക്ഷേ ഇപ്പോൾ ഷിയാസ് കരീമിൻ്റെ കാര്യം കേൾക്കുമ്പോൾ തന്നെ ദേഷ്യം പിടിക്കുന്നത്. കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ, ഇതിനിടയ്ക്ക് ഒരു വീഡിയോസ് ഇറക്കിയിരുന്നല്ലോ, 60 വയസ്സായ ഒരു സ്ത്രീയാണ്, അവരെ എനിക്ക് പീഡിപ്പിക്കേണ്ട ആവശ്യമില്ല എന്നൊക്കെ പറഞ്ഞുകൊണ്ടാണ് ഷിയാസ് കരീമിൻ്റെ വീഡിയോ വന്നത് അല്ലേ. പക്ഷേ 60 വയസ്സല്ല, 35 വയസ്സാണെന്നാണ് പറയുന്നത്. എന്താ അല്ലേ ചാറ്റ്. ഞാൻ ആ ഓഡിയോ ഒന്നും കൊടുക്കുന്നില്ല. ഓഡിയോ ഒക്കെ കേട്ടപ്പോൾ സത്യം പറയുകയാണെങ്കിൽ നമുക്ക് തന്നെ ഉടുപ്പുന്നു. പക്ഷേ ഒരു കാര്യമുണ്ട്, ഇപ്പോഴത്തെ കാലത്ത് പെണ്ണുങ്ങളായിട്ട് ചാറ്റ് ചെയ്യുമ്പോഴും ഫോൺ കോളുകൾ ചെയ്യുമ്പോഴും സൂക്ഷിക്കേണ്ടത് അത്യാവശ്യമാണ്. ഇപ്പം എല്ലാം റെക്കോർഡിക്കാണ്. അപ്പോൾ അപ്പോഴത്തെ ഒരു സുഖത്തിന് വേണ്ടിയിട്ട് എല്ലാം ചെയ്യും. പിന്നീട് കിടന്നിട്ട് ദുഃഖിച്ചിട്ട് കാര്യമില്ല. ഇത് കണ്ടില്ലേ, അത്രയും വിശ്വസ്തയോടും സ്നേഹത്തോടും ഭയങ്കര പ്രേമത്തോടും കൂടിയിട്ട് ചാറ്റ് ചെയ്ത് അവസാനം ഇപ്പോൾ ഷിയാസ് പുറത്തായി. അപ്പോൾ ഞാൻ ചോദിക്കുന്നതല്ല, ഇത്രയും കാലം ഈ യുവതി എവിടെയായിരുന്നു? ഇവരെന്തുകൊണ്ട് ഇത് മുൻകൂട്ടി ഷിയാസ് ഇങ്ങനെ ഒരു ബന്ധം എന്നോട് ഇങ്ങനെ ഒരു ചാറ്റിംഗ് ഉണ്ട് എന്ന് എന്തുകൊണ്ട് ഈ യുവതി പുറത്ത് പറഞ്ഞില്ല? അപ്പോൾ അവൾക്കും സുഖം അനുഭവപ്പെട്ടിട്ടല്ലേ അവളും അതിന് നിന്നത് അല്ലേ കൂട്ടുകാരെ? അല്ലെങ്കിൽ അല്ല എന്ന് നിങ്ങൾ പറയൂ. ആണും പെണ്ണും ഒരുമിക്കാതെ ഒരു കാര്യം നടക്കില്ലല്ലോ. ഷിയാസിനോട് ചേർന്ന് നിന്നുകൊണ്ട് ഷിയാസ് ഇത്രയും പൈസയൊക്കെ ചോദിക്കുമ്പോൾ ഇവളെന്താ വലിയ പണക്കാരിയാണോ? ഇവളെന്തിനാണ് ഇപ്പോൾ ഈ ന്യൂസ് പുറത്തു വിട്ടത്? എന്താണ് ഇവളുടെ ഉദ്ദേശം? ഷിയാസിൻ്റെ ഉദ്ദേശം എന്താണ്? ഇതൊക്കെ ഒരു ചോദ്യചിഹ്നമാണ് കേട്ടോ. എൻ്റെ ഷിയാസേ, ഇത്രയും ഉളുപ്പ് കെട്ട ഒരു പരിപാടി ചെയ്യേണ്ട വല്ല കാര്യം ഉണ്ടായിരുന്നു? നല്ലൊരു ഇമേജായിരുന്നു നിനക്ക് എല്ലായിടത്തും ഉണ്ടായിരുന്നത്. ഇപ്പം അതെല്ലാം അങ്ങ് പോയി കിട്ടിയില്ലേ? ഇതാ പറയുന്നത്, ഏതൊരാണിനും പറ്റുന്നൊരബദ്ധം. ഇപ്പോൾ നമ്മളെ വേടൻ്റെ കാര്യം ഇതുപോലെ പുറത്ത് വന്നു. ഒക്കെ എന്തിനാ, ചിലപ്പോൾ ഒന്നിലേക്ക് തോൽപ്പിക്കാനായിരിക്കും. ഇപ്പോൾ സോഷ്യൽ മീഡിയയിൽ നിറഞ്ഞു നിൽക്കുന്ന നമ്മുടെ ഷിയാസ് കരീം തന്നെയാണ്. രേണുസുതി ഔട്ടായി. അതിനുശേഷം മറ്റു പലരും വന്നു. അതിനുശേഷം ഇപ്പോൾ ഷിയാസ് എയറിൽ കയറിയിരിക്കണം. അഖിൽമാരാരുടെ വിഷയമായിരുന്നു കുറേ ദിവസം. ഇപ്പോൾ അത് കഴിഞ്ഞിതാ ഷിയാസ് കരീം എയറിൽ കയറിയിരിക്കുകയാണ്. എൻ്റെ ഷിയാസേ, നമുക്കൊക്കെ പ്രാന്താണോ? ഭാര്യയും മക്കളും ഉള്ള ആണുങ്ങളാണ് ഇമാരി ചെറ്റത്തരങ്ങൾ മൊത്തം ചെയ്യുന്നത്. പക്ഷെ അവർ സത്യസന്ധതയോട് കൂടിയിട്ടാണ് ഈ ചാറ്റ് ചെയ്യുന്നതും വോയിസ് മെസ്സേജ് അയക്കുന്നതും എല്ലാം. പക്ഷേ സ്ത്രീകൾ അത് മുതലെടുക്കുകയാണ്. ഇത് എത്രയോ മുമ്പ് നടന്നിട്ടുള്ള ചാറ്റിംഗ് അല്ലേ. ഈ ചാറ്റിങ്ങൊക്കെ ഇപ്പോൾ പുറത്ത് വിടുമ്പോൾ അതിൻ്റേതായ പുറകിൽ എന്തെങ്കിലും ഒരു കാര്യം ഉണ്ടാവും അല്ലേ. അല്ലാതെ ഇപ്പോൾ ഇത് വെറുതെ ഇങ്ങനെ സോഷ്യൽ മീഡിയയിൽ ഇങ്ങനെ പരന്ന് പന്തലിക്കുമോ? ഇപ്പം എത്ര പെട്ടെന്ന് ആ വോയിസ് ക്ലിപ്പൊക്കെ പുറത്തിറങ്ങിയത്. 2 ദിവസം മുമ്പാണ് ഇങ്ങനത്തെ ഒരു സംഭവം അറിഞ്ഞത്. ഷിയാസിൻ്റെ കഷ്ടകാലം തുടങ്ങി. എന്തായാലും ആരെയും നമ്മൾ പൊക്കാനുമില്ല താത്താനുമില്ല. അവരായി അവരുടെ പാടായി. പക്ഷേ പറ്റ മോശമായിപ്പോയി. അങ്ങനെ പരസ്പരം ഒരാണും പെണ്ണും കൂടി പരസ്പരം സ്വകാര്യതയോടുകൂടി ചെയ്ത കാര്യത്തിൽ പബ്ലിക്കാക്കണമെങ്കിൽ ആ പെണ്ണിൻ്റെ പേരും വെളിപ്പെടുത്തണമായിരുന്നു. ഏത് പെണ്ണ് എന്നിതുവരെ ഞാൻ അറിഞ്ഞിട്ടില്ല. നിങ്ങളാരും അറിഞ്ഞിട്ടുണ്ടെങ്കിൽ കമൻറ്റ് ചെയ്യൂ കേട്ടോ. അവളും സുഖിച്ചിട്ടുണ്ട്, നല്ല സുഖം അനുഭവിച്ചിട്ടുണ്ട്. ആ അനുഭവങ്ങളെല്ലാം കഴിഞ്ഞിട്ടായിരിക്കും ഇപ്പോൾ അവളതെല്ലാം കൂടി പുറത്തെടുത്തിട്ടുണ്ടാവുക.